ഞാനെവിടെയാണ് പുറത്ത് തൃപ്പൂർത്തുറയിലെ കാട്ടിലാണോ? നാളെ അത്തമല്ല അത് ചോദിച്ചത്. നീ പോയെ, അതെനിക്കറിയാം. ഞാൻ തീരുമാനിച്ചോ. നീക്ക് എന്തിനാ അറിയുന്നേ ഞാൻ എവിടെയാ പണിയെന്നൊക്കെ? ഞാൻ ഇഷ്ടമുള്ള ഞാൻ പോയി പണി. നീ നിന്റെ കാര്യം നോക്കി. അത് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഇനി വർക്ക് എവിടെ നിന്നല്ലേ ചോദിച്ചുള്ളൂ. ഇനി ഇത്ര കൊണ്ട് ചാടിക്കടിക്കാൻ എന്തിരിക്കണേ? 2 ദിവസമല്ല മൂടോ പാടിക്കാൻ. എന്താ പ്രശ്നം പറയടോ? നീ ഒന്നും മിണ്ടായിരുന്നു പോയി ഒന്നും സമാധാനം എന്താ പണി? ഇങ്ങനെ സമാധാനം കിട്ടാൻ പണി ഞാൻ അവിടെ നിന്ന് കിടക്കണ്ട. അതിൻ്റെ ഇടയ്ക്ക് നിന്റെ ഉറപ്പാണ് തിരിച്ചിട്ട് പോയൊന്നു. എന്തോ പ്രശ്നമുണ്ട്, ഒന്ന് ചോദിച്ചു നോക്കാം. എന്താ കാര്യം പറ. നിനക്കൊരു കാര്യം അറിയില്ല? എനിക്കറിയാത്തോടെ കാര്യം എന്നോട് അടിക്കടിക്കുന്ന ഇങ്ങനെ അവള് കാണിച്ച പണിയാണോ എന്റെ മോള്? തന്റെ മോളെന്നാ അല്ല എന്റെ മോളെന്നാ? അതെന്റെ മോളല്ലേ? അയ്യോ എന്റെ മാത്രം മോളാ. തന്റെ കണ്ടല്ലേ പഠിക്കുന്നേ. നീ ഇത്ര ചൂടാവാനെന്തിനാണ് കാര്യം പറയണോ? കാര്യം പല ബുദ്ധിക്കുന്നത് ഇന്നലെ അവളെ എന്നോട് കാണിച്ച പണി നിനക്ക് എന്താണെന്നറിയോ? ഇന്നലെ ഞാൻ അതിലെ കൂടെ നടക്കുന്ന സമയത്ത് ഇന്നലെ മേടിച്ച് വെച്ച ഡപ്പായില്ലേ, നീ കുറേ മിക്സറും ബിസ്ക്കറ്റൊക്കെ വെച്ചില്ലേ, അവിടെ തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ തരില്ല എന്ന്. കുറച്ച് താടി 2 ബിസ്ക്കറ്റ് എല്ലാം ഒരുമിച്ച് തന്നെ കേട്ടല്ലേ? ഞാൻ മേടിച്ചോണ്ടുന്ന സാധനല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുവന്ന സമയത്ത് എനിക്ക് തിന്നാൻ ഉള്ള ഇതില്ലേ? എന്നെയൊക്കെ ഉണ്ടല്ലോ. കേട്ട് നാളെ വേറൊരു ചാവൂടി കേട്ടാ. എന്റെ അപ്പനാ പറഞ്ഞ നീ നോക്കിക്കോ കേട്ടോ. എന്തോ നല്ല കാണാക്കും പോയിട്ടാണത്. നാളെ സ്കൂളിൽ പോകാൻ പറ്റൂലേ? സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സിനെ എത്തിക്കണം. കൊടുത്താൽ മതിയാണ്. എങ്ങനെയുണ്ട്? അപ്പൊ എനിക്കിവിടെ കഴിക്കാൻ ഒരു അവകാശമില്ലേ? ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന സാധനം. ഇനി കുഴപ്പമില്ല, എനിക്ക് തന്നില്ലേലും കുഴപ്പമില്ല. എടി അത് മൊത്തോടെ തിന്ന് തീർത്തടി. ആ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് സാധനം എങ്ങ് തിന്നുന്ന എനിക്കൊരു പിടുത്തമില്ലാത്ത. ആ സമയത്ത് തന്നെ അമ്മാക്കി കൂടെ വെള്ളം ഒഴിക്കൊണ്ടിരിക്കുക. അതുപോലും വക വെക്കാതെ അവൾ ആ ഡപ്പാക്കിയുടെ മൊത്തത്തിൽ തിന്ന് തീർത്തു. വിഷമമുണ്ട്. അത് 3-4 വർഷം കൊണ്ട് ഇതിന് തീരത്തില്ലേ? എത്ര രൂപയാ അതിന്? അതൊക്കെ നിന്നെ കണ്ടല്ലേ പഠിക്കുന്നത്. എനിക്ക് 24 മണിക്കൂർ തീറ്റ മാത്രമേ ഉള്ളൂ. മണ്ടത് എപ്പം നോക്കണം തീറ്റ. നിനക്ക് തിന്നാൻ വേണ്ടി ജനിച്ചതാണോ? കണ്ടിട്ട് കൊതി വന്നിട്ട് മേലായിരുന്നു. ആ വലിയ ഡപ്പായ ഒറ്റ കയറ്റി. ഇതെങ്ങനെ ഈ ഒരു ചെറിയ പ്രശ്നത്തിന് വേണ്ടിയാണ് ഈ പട്ടി മുകളിൽ മുങ്ങിക്കൊള്ളിച്ച് കമന്ന് നടന്നിട്ട് നാണമില്ലല്ലോ. എടോ നമ്മളല്ലേടോ നമ്മുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കണത്. അതിന് അവര് തന്നില്ല നമ്മൾ കരഞ്ഞോണ്ടിരിക്കണ്. അയ്യേ കൊച്ചു പുള്ള നാണക്കേട്. നിനക്കതൊക്കെ പറയാമോ? എടോ എന്റെ കുഞ്ഞടുത്ത പ്രായത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല. മനസ്സിലായോ?
നമ്മുടെ മക്കൾ കഴിക്കുന്ന പോലൊക്കെ ഒരുപാട് കഴിക്കണമെന്ന് എനിക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല. ഇനി ഇപ്പോഴത്തെ പ്രായത്തിലും വേണ്ട, തിന്നാൻ വേണ്ടിയല്ല. ഇത് നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അവർ തരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പറഞ്ഞു മനസ്സിലായി. അത് വിഷമമുണ്ടായിട്ട് പറയുന്നതല്ല. പണ്ടത്തൊക്കെ എൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ജീവിതമാണ്. എന്നാലും എനിക്ക് വിഷമം അവള് കഴിച്ചുകൊണ്ടല്ല, അല്ലാതെ തരാത്തോണ്ടല്ല. അവൾ ഒറ്റയടിക്കുന്നത് മൊത്തം തീർത്ത കാര്യം ഓർക്കുമ്പോളാ. പണ്ട് ഇത്രയും കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, കിട്ടിയില്ല. ഒരു ടിന്ന് എനിക്ക് വന്നൊരു 1500 സാധനമുണ്ട്, നല്ല കേട്ടാ കയറ്റിയത്. എന്ത് കഷ്ടമാണ് ഓർക്കണേ. നമ്മുടെ ജീവിതം അന്ന് ഇന്നും പറഞ്ഞ അതെന്ത് പറയാ. ശരി, ഓക്കെ ഓക്കെ, നടക്കട്ടെ.